ഇവിടെ യഥാർത്ഥത്തിൽ മുസ്ലിം സമുദായത്തെ പൂർണ്ണമായിട്ടും വഞ്ചിക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ചു. ആ നിലപാടാണ് ഇപ്പോ നോൺ മുസ്ലിമിന് ഉൾപ്പെടുത്താം, സ്ട്രിക്ട്ലി ഇൻ കംപ്ലൈൻസ് വിത്ത് എന്ന് എഴുതി കൊടുത്തിരിക്കുന്നു. കർശനമായിട്ടും 14-ാം വകുപ്പ് അനുസരിച്ച് യഥാർത്ഥത്തിൽ ലീഗ് ഉൾപ്പെടുന്ന ആളുകൾ ചെയ്യേണ്ടിയിരുന്നത് സുപ്രീം കോടതി വിധി വരുന്നത് വരെ തടസ്സത്തിൽ തുടരാൻ അനുവദിക്കണം. അതെന്താ ചോദിക്കാതെ വരുന്നത്? അതിന് പകരം BJPയുടെ അതേ നിലപാട് സ്വീകരിക്കുകയല്ലേ ചെയ്യുന്നത്. മധ്യപ്രദേശിൽ BJP 2 നോൺ മുസ്ലിം ആളുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് RSSുമായി ബന്ധമുള്ള ആളുകളെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതേ സമീപനമല്ലേ VD സതീശൻ ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുള്ളത്? അപ്പൊ ആ ചോദ്യത്തിന് എന്തോ ആരോ ചോദിച്ചു, മറുപടി പറഞ്ഞില്ല. KC വേണുഗോപാലിന്റെ സംശയത്തിന് ഇനി അടിസ്ഥാനമില്ല. അത് പൂർണ്ണമായിട്ട് ശരിയായി. കേരളത്തിൽ ഇപ്പോൾ ഭരിക്കുന്നത് BJP ഗവൺമെന്റാണ്. ഇന്നലെ നിങ്ങൾ കണ്ടില്ലേ സുപ്രീം കോടതി ചീഫ് സെക്രട്ടറിമാരോട് റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട്. ആ ചോദിച്ച സ്റ്റേറ്റുകൾ നിങ്ങൾ നോക്കിയില്ലേ? മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ആസാം, ഗുജറാത്ത്. ആ കൂട്ടത്തിൽ BJP ഭരിക്കാത്ത ഒരേ ഒരു സംസ്ഥാനമേ ഉള്ളൂ, അത് കേരളമാണ്. ഇന്നലെ കോടതി ചോദിച്ചതിൽ. അപ്പൊ കർണാടകയിൽ എന്താ വരാതെ? തെലങ്കാനയിൽ എന്താ വരാത്തത്? എന്തേ ഹിമാചൽ മറ്റ് സംസ്ഥാനങ്ങൾ വരാത്തത്? എന്തേ കേരളം വന്നു? BJP സംസ്ഥാനങ്ങൾക്കൊപ്പം കേരളം എന്തുകൊണ്ട് വന്നു? അത് വഖഫ് നിയമ ഭേദഗതിക്ക് പേരല്ലേ. അപ്പൊ നിയമസഭയുടെ പ്രമേയത്തെ തള്ളിക്കളഞ്ഞു, സുപ്രീം കോടതിയിലെ കേസ് കൊടുത്ത കക്ഷി എന്ന നിലയിലുള്ള വാദമുഖങ്ങളെ തള്ളിക്കളഞ്ഞു. എങ്ങനെയെങ്കിലും ഈ ഒരു തങ്ങളുടെ ആളെ നിയമിക്കണമെന്ന ഒറ്റ അജണ്ടയിൽ എല്ലാ താല്പര്യങ്ങളും കീഴടക്കിയിരിക്കുന്നു. അതിനകത്ത് നമ്മുടെ പല സംഘടനകളും ഇപ്പോൾ പുലർത്തുന്ന നിശബ്ദത, അത് പ്രത്യേകം തന്നെ ശ്രദ്ധിക്കേണ്ടതാണ്. 10 മിനിറ്റ് പരിഹാരം എവിടെ പോയി? 10 മിനിറ്റ് ഒന്നും പരിഹാരം ഉണ്ടായില്ല. 10 കഴിഞ്ഞപ്പോൾ എത്ര മാസമായി? ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായരുടെ കമ്മീഷൻ റിപ്പോർട്ട് അവിടെ ഇരിപ്പുണ്ടല്ലോ. ആ റിപ്പോർട്ട് നടപ്പിലാക്കുന്നത് സംബന്ധിച്ചുള്ള നടപടിക്കായിട്ട് ഒരു കമ്മിറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഒരു ഇഞ്ച് അനങ്ങിയിട്ടുണ്ടോ? 10 മിനിറ്റ് വേണ്ട, 1 മിനിറ്റ് അതിനു വേണ്ടി ചെലവഴിച്ചിട്ടുണ്ടോ? അത് നമ്മുടെ രാജ്യത്തെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, പത്രസമ്മേളനത്തിൽ പറയുന്നതല്ല കോടതി എടുക്കുക, എഴുതി കൊടുക്കുന്ന കോടതിയിൽ ഒന്നുകിൽ അഫിഡാവിറ്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ്. അല്ലാതെ കോടതിയിലെ ജഡ്ജിമാർ കേസ് പരിഗണിക്കുമ്പോൾ ഉടൻ തന്നെ ഇത് സംബന്ധിച്ച് ഇതുവരെ നടന്നിട്ടുള്ള മാധ്യമ സമ്മേളനങ്ങളിൽ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ് നോക്കാം എന്ന് പറഞ്ഞൊരു സെഷൻ നമ്മുടെ ഇപ്പോഴത്തെ നിയമ സംവിധാനങ്ങൾ അനുവദിക്കുന്നില്ല. നിങ്ങൾ എന്ത് എഴുതി കൊടുത്തിരിക്കുന്നു? അപ്പൊ അദ്ദേഹം പറയണം, എന്ത് ചെയ്യണം? ആ സ്റ്റേറ്റ്മെന്റ് ഞങ്ങൾ പിൻവലിക്കാൻ പോകുന്നു. വാട്ട് ഈസ് ദ സ്റ്റേറ്റ്മെന്റ്? സ്ട്രിക്ട്ലി ഇൻ കംപ്ലൈൻസ് വിത്ത് സെക്ഷൻ 14. ഉന്നയിക്കപ്പെട്ട പ്രശ്നത്തിന് ഒരു മറുപടിയും ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞില്ല എന്ന് മാത്രമല്ല, ചില സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്ന കാര്യങ്ങൾ ആധികാരികമെന്ന മട്ടിൽ അവതരിപ്പിക്കുക മാത്രമാണ് അദ്ദേഹം ചെയ്തത്. പ്രധാനപ്പെട്ട പ്രശ്നം കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ നടത്തിയതായിരുന്നു. സുപ്രീം കോടതി ആ കേസ് തള്ളിയിരിക്കുന്നു, ഡിസ്മിസ് ചെയ്തു. അതുകൊണ്ട് ബൈൻഡിംഗ് ആണ്, നോൺ മുസ്ലിമുകൾ ഉൾപ്പെടുത്തുന്നത് ബൈൻഡിംഗ് ആണ് എന്നാണ് മുഖ്യമന്ത്രി ആധികാരികമായിട്ട് പറഞ്ഞത്. ഇന്നത്തെ പത്രസമ്മേളനത്തിൽ ആരോ ഒരാൾ അത് ചോദിക്കാൻ ശ്രമിക്കുന്നത് കേട്ടു. അപ്പോൾ അരി എത്ര എന്ന് ചോദിച്ചപ്പോൾ പയറഞ്ഞാഴി എന്ന മറുപടിക്കാണ് മുഖ്യമന്ത്രി തുനിഞ്ഞത്. ആ പ്രശ്നം തൊട്ടേയില്ല. ആ നേരത്തെ പറഞ്ഞ പ്രസ്താവന ശരിയോ തെറ്റോ അദ്ദേഹത്തിന് വേണമെങ്കിൽ പറയാം, ഞാൻ ഇതല്ല ഉദ്ദേശിച്ചത്, വേറെ കേസായിരുന്നു, മാറിപ്പോയതാണ്. അങ്ങനെ പറയുന്നതിന് പകരം അത് സംബന്ധിച്ച് ഒരു നിലപാടും പറഞ്ഞില്ല. എന്ന് വെച്ചാൽ കഴിഞ്ഞ തവണ അത് സംബന്ധിച്ച് പറഞ്ഞ അതേ നിലപാടിൽ തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ധാരണ ഈ കേസ് തള്ളിപ്പോയിരിക്കുന്നതാണ്. അതുകൊണ്ട് പിന്നെ 14 അനുസരിച്ചുള്ള ബൈൻഡിംഗ് ആണ്. അങ്ങനെ വരുമ്പോൾ നോൺ മുസ്ലിമിനെ ഉൾപ്പെടുത്തണം. ആ ധാരണയാണ് ഹൈക്കോടതിയിലെ അഫിഡാവിറ്റിലും പറഞ്ഞിരിക്കുന്നത്, സുപ്രീം കോടതിയിലും ആധികാരികമായി പറഞ്ഞത്, ഇപ്പോൾ അഡ്വക്കേറ്റ് ജനറൽ ഹൈക്കോടതിയിൽ ആവർത്തിച്ചത്. എന്നുവെച്ചാൽ 2 നോൺ മുസ്ലിമുകളായ ആളുകളെ ഉൾപ്പെടുത്തും എന്ന 14 വ്യവസ്ഥ പൂർണ്ണമായിട്ട് അംഗീകരിച്ചു. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഇപ്പോൾ ഇവർ കേസിന് പോയല്ലോ, ഇപ്പോൾ വഖഫ് ബോർഡ് കേസിന് പോയപ്പോഴും 14 തൊട്ടിട്ടില്ലല്ലോ. അദ്ദേഹം ഒരു അഭിഭാഷകനായിരുന്ന ആളല്ലേ. അപ്പോൾ 14 തൊടോ ഇല്ലയോ എന്നുള്ളത് എല്ലാവർക്കും അറിയാൻ പറ്റുന്നതാണല്ലോ. 14 ഇവരാണോ നോക്കുന്നത്? അത് വളരെ വിശദമായി ഒക്ടോബർ 25 വാദം കേൾക്കാൻ സുപ്രീം കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കേസിനകത്ത് നേരെ ഈ കേരളത്തിൻ്റെ വഖഫ് ബോർഡിൻ്റെ പ്രവർത്തനങ്ങൾ മരവിപ്പിച്ചത് ചോദ്യം ചെയ്യുന്ന ഹർജി അതാണോ പരിഗണിക്കാൻ പോകുന്നത്? യഥാർത്ഥത്തിൽ അല്പമെങ്കിലും ഈ പറഞ്ഞതിനോട് വാക്കുപാലിക്കുന്നുവെങ്കിൽ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ഈ മുന്നണി മുസ്ലിം താല്പര്യവും വിശ്വാസികളുടെ പൊതുവായ താല്പര്യത്തോടൊപ്പം നിന്നിരുന്നുവെങ്കിൽ അവർ കോടതിയിൽ പറയേണ്ടിയിരുന്നത്, സുപ്രീം കോടതി ഇത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്, സുപ്രീം കോടതി പരിശോധിക്കുന്നത് കൊണ്ടാണ്
ഞങ്ങളും കേരളവും തമിഴ്നാടും ഒഴിവുകൾ ഇട്ടിരിക്കുന്നത്. സുപ്രീം കോടതി വിധി വരുന്നത് വരെയെങ്കിലും തൽസ്ഥിതി തുടരാൻ അനുവദിക്കണമെന്ന് പറയുന്നതിന് പകരം 14-ാം വകുപ്പ് കർക്കശമായും ഉൾക്കൊണ്ടുകൊണ്ട് വഖഫ് ബോർഡ് റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുമെന്ന് എഴുതി കൊടുത്തിരിക്കുന്നു. ആ 14-ാം വകുപ്പ് പൂർണ്ണമായിട്ടും നോൺ മുസ്ലിം ഉൾപ്പെടുത്തുന്നതാണ് എന്ന് മാത്രമല്ല, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, ഈ വകുപ്പിനകത്ത് 16 ഉണ്ട് ഡിസ്ക്വാളിഫിക്കേഷനകത്ത് നേരത്തെ നോൺ മുസ്ലിം ആണെങ്കിൽ ഡിസ്ക്വാളിഫിക്കേഷൻ ആയിരുന്നു. മുസ്ലിം അല്ലാത്ത ഒരാൾ അംഗമാണെങ്കിൽ അത് ഡിസ്ക്വാളിഫിക്കേഷനാണ്. ഈ പുതിയ നിയമം നോക്കൂ, അത് ഡിലീറ്റ് ചെയ്തു. നോൺ മുസ്ലിം ആണെന്നത് ഡിസ്ക്വാളിഫിക്കേഷൻ അല്ല. ആകെ ഡിസ്ക്വാളിഫിക്കേഷൻ ആകുന്നത് ഈ 14-ാം പ്രകാരം മുസ്ലിം വേണമെന്ന് പറയുന്ന 4 കാറ്റഗറികൾ. ആ 4 കാറ്റഗറികളിൽ പെട്ടവർക്ക് മാത്രം മുസ്ലിം അല്ലെങ്കിൽ അവർ ഡിസ്ക്വാളിഫൈ ചെയ്യും. അതിനൊരു പ്രൊവിഷൻ ഉണ്ട്, അതിൽ മുസ്ലിം ഇല്ലെങ്കിൽ നോൺ മുസ്ലിമിന് ഉൾപ്പെടുത്താം. പക്ഷേ സുപ്രീം കോടതി ഇപ്പോൾ 3 എന്നൊരു അതിനകത്ത് ഇടക്കാല ഉത്തരവിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഈ നിയമം പൂർണ്ണമായിട്ടും 14 ഉൾക്കൊള്ളുമെന്ന് ഹൈക്കോടതിയിൽ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുകയും നോൺ മുസ്ലിം ഉൾപ്പെടെയുള്ളവരെ ഉൾപ്പെടുത്താമെന്ന് ഞങ്ങൾ അണ്ടർടേക്കിംഗ് ഹൈക്കോടതിയിൽ കൊടുത്തുവെന്ന് സുപ്രീം കോടതിയിൽ പറഞ്ഞ കാര്യം പബ്ലിക് ഡൊമൈനിൽ വിളിക്കുകയും ഇതെല്ലാം വന്നിട്ടും അഡ്വക്കേറ്റ് ജനറൽ അതേ വാദം നോൺ മുസ്ലിമിനെ കൂടി ഉൾപ്പെടുത്താമെന്ന് ഹൈക്കോടതിയിൽ ആവർത്തിക്കുകയും ചെയ്തിട്ട് എങ്ങനെയാണ് മുഖ്യമന്ത്രിക്ക് ഇങ്ങനെ നിശബ്ദനായി ഇതിന് പൂർണ്ണമായിട്ടും അതിന് നേതൃത്വം നൽകാൻ കഴിയുന്നത്? നിങ്ങളുടെ ചോദ്യം, മാധ്യമപ്രവർത്തക ചോദ്യത്തിന് ഒരു മറുപടി അദ്ദേഹം പറഞ്ഞിട്ടേ ഇല്ല. അതിന് പകരം അദ്ദേഹം പറഞ്ഞത് എന്താ? അതിന് പകരം അദ്ദേഹം പറഞ്ഞു വഖഫ് ബോർഡ് പറഞ്ഞിട്ടുണ്ട് അവിടെ ഉൾപ്പെടുത്താമെന്ന്. ഞാൻ കഴിഞ്ഞ തവണയും പറഞ്ഞു, വഖഫ് ബോർഡാണോ അപ്പോയിൻമെന്റ് അതോറിറ്റി? ഗവൺമെന്റ് അല്ലേ? ഗവൺമെന്റ് അപ്പോയിൻമെന്റ് അതോറിറ്റി ആയ ഇതിനകത്ത് അവർ പറയേണ്ട നിലപാടല്ലേ സുപ്രീം കോടതി പരിഗണിക്കുന്നുണ്ട്. ഒക്ടോബർ 25-ന് വരുന്നു. ആ വിധി വരുന്നത് വരെ ഞങ്ങൾക്കൊരു സാവകാശം നൽകണം, 2 ഒഴിവുകൾ ഇടണം, ഇതല്ലേ പറയേണ്ടത്. അതിന് പകരം ഇന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ ഗവൺമെന്റ് ഇവരാണ് എല്ലാം ചെയ്തു വെച്ചേക്കണത്, കഴിഞ്ഞ ഗവൺമെന്റ് നീട്ടിക്കൊണ്ടുപോയത് കൊണ്ടാണ് ഈ പ്രശ്നം വന്നത്. അപ്പൊ ഞാൻ നോക്കി ഇവരെങ്ങനെ രൂപീകരിച്ചിരിക്കുന്നതെന്ന് നോക്കി. സാധാരണ ഈ ഇലക്ഷൻ പ്രോസസ്സ് സമയമെടുക്കും. അതുകൊണ്ട് 2014 നോട്ടിഫിക്കേഷൻ നിങ്ങൾ നോക്കൂ. അത് ഇറങ്ങിയിരിക്കുന്നത് 2014 ഒക്ടോബർ 29-നാണ് UDF ഭരിക്കുമ്പോൾ അന്നത്തെ വഖഫ് ബോർഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ആ നോട്ടിഫിക്കേഷന്റെ അവസാന ഭാഗം എക്സ്പ്ലനേറ്ററി നോട്ട് നോക്കിക്കോളൂ. In terms of the members of Kerala State Waqf Board constituted as per so and so GO November 2008, the term expired on 31st October 2013. എന്നുവെച്ചാൽ UDF ഭരിക്കുമ്പോൾ 2013 ഒക്ടോബറിൽ കാലാവധി തീർന്ന ബോർഡിന്റെ രൂപീകരണം, പുതിയ ബോർഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത് 2014 ഒക്ടോബറിലാണ്. ഒരു വർഷം കഴിഞ്ഞിട്ടാണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. എന്നിട്ട് അദ്ദേഹം പറയാണ് ഈ നിയമം വരാൻ പോകുന്നത് മനസ്സിലാക്കിയിട്ട് നോൺ മുസ്ലിമിനെ പിന്നെ ഉൾപ്പെടുത്താൻ വേണ്ടി പിണറായി ഗവൺമെന്റ് ഇത് ഒഴിച്ചിട്ടു എന്ന് പറയുമ്പോൾ ഇതൊക്കെ നോക്കിയിട്ട് വേണ്ടേ വരാൻ? അവരുടെ കാലത്ത് ഇങ്ങനെയാണ്. കഴിഞ്ഞ ഗവൺമെന്റ് സമയത്തും നോക്കൂ, ഈ ഗവൺമെന്റ് സമയത്ത് ബോർഡിന്റെ കാലാവധി കഴിഞ്ഞ് 1 വർഷം എന്ത് ചെയ്തു? അഡ്മിനിസ്ട്രേറ്റർ വെച്ചു. 1 വർഷം അഡ്മിനിസ്ട്രേറ്റർ വെച്ചു. അതിന്റെ കോപ്പിയും എൻ്റെ കയ്യിലുണ്ട്. അമ്മ വെച്ച ഉദ്യോഗസ്ഥൻ പിന്നീട് സർവീസിന് പോയ ഉദ്യോഗസ്ഥനാണ്. ആ ഉദ്യോഗസ്ഥനും പിന്നീട് അഡ്മിനിസ്ട്രേറ്ററായിട്ട് വെച്ചു. ഞങ്ങളുടെ ഗവൺമെന്റ് സമയത്തും 2019 ആ 14 ബോർഡിന്റെ ഇവർ വെച്ച ബോർഡിന്റെ കാലാവധി കഴിഞ്ഞപ്പോൾ അമ്മ നോക്കൂ, ദ ടേം ഓഫ് ദ സ്റ്റേറ്റ് വഖഫ് ബോർഡ് വിച്ച് വാസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് സോ ആൻഡ് സോ ഓൺ 19/10/2019. ദ ഇലക്ഷൻ പ്രോസസ് ഈസ് സ്റ്റാർട്ടഡ്. അതുകൊണ്ട് therefore please to appoint ശ്രീ A. ഷാജഹാൻ IAS സെക്രട്ടറി റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ആസ് അഡ്മിനിസ്ട്രേറ്റർ ഓഫ് കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡ്. 2019 വഖഫ് ബോർഡിൽ തന്നെ അഡ്മിനിസ്ട്രേറ്റർ വെച്ചിട്ടാണ്. അതെന്താണെന്ന് വെച്ചാൽ ഈ മുത്തവല്ലി തെരഞ്ഞെടുപ്പുകളിൽ വലിയ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഒരു സാധനം അതാണ്. അതുകൊണ്ടായിരിക്കണം അധികാരത്തിലിരിക്കുന്ന മുത്തവല്ലികൾ നിൽക്കുമ്പോൾ അതിന്റെ വോട്ടിംഗ് ഇതിനൊക്കെ ബാധിക്കുമെന്ന തർക്കത്തിന്റെ ഒക്കെ ഭാഗമായിട്ടായിരിക്കാം സ്വാഭാവികമായിട്ട് ഇലക്ഷൻ പ്രക്രിയ ആരംഭിക്കുന്ന ഘട്ടത്തിൽ ഈ ബോർഡ് അധികാരത്തിൽ ഇരിക്കാതെയാണ് കഴിഞ്ഞ. നേരത്തെ അങ്ങനെ ആയിരിക്കുന്നില്ല. പക്ഷേ ഈ കഴിഞ്ഞ 2 നോക്കുമ്പോൾ UDFന്റെ കാലത്ത് 1 വർഷം കഴിഞ്ഞ് ബോർഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയും ആ കാലാവധിക്കകത്ത് അഡ്മിനിസ്ട്രേറ്ററെ നിയമിക്കുകയും ചെയ്ത ആ മുന്നണിയുടെ നേതാവായിട്ടുള്ള ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയാണ് പറയുന്നത് ഇങ്ങനെ നിയമം വരുന്നുണ്ട്. ആദ്യമായിട്ട് സാധാരണ നിങ്ങൾക്ക് അറിയാലോ, അദ്ദേഹത്തിന്റെ ആധികാരികമായിട്ടല്ലേ പറയുള്ളൂ. നിങ്ങൾക്കറിയാലോ ബോർഡിന്റെ കാലാവധി പൂർത്തീകരിക്കുന്നതിന് മുമ്പ് തന്നെ പ്രോസസ്സ് ആരംഭിക്കുമല്ലോ. പ്രോസസ്സൊക്കെ ആരംഭിക്കും. കഴിഞ്ഞ ഗവൺമെന്റ് സമയത്ത് പ്രോസസ്സ് ആരംഭിച്ചു. ഇത്തവണ ഉണ്ടായ വ്യത്യാസം എന്താ? ഇത്തവണ ഉണ്ടായ വ്യത്യാസം അഡ്മിനിസ്ട്രേറ്ററിലേക്ക് പോയാൽ
അത് സംബന്ധിച്ച് കോസി ജുഡീഷ്യൽ ബോഡി ആയതുകൊണ്ട് ആ പ്രൊസീഡിങ്സ് നടക്കുമോ ഇല്ലയോ എന്ന സംശയം വന്ന ഘട്ടത്തിലാണ് ഹൈക്കോടതിയിൽ ഒരു കേസ് വന്നു. ഹൈക്കോടതിയിൽ കേസ് വന്ന ഘട്ടത്തിൽ ഹൈക്കോടതി ഇതിനു മുൻപില്ലാത്ത രൂപത്തിൽ ഈ ബോർഡിന് 1 വർഷം കാലാവധി നീട്ടിക്കൊടുത്തു. ഹൈക്കോടതി നീട്ടിക്കൊടുക്കുന്നത്. എന്നാൽ ഹൈക്കോടതി കാലാവധി നീട്ടിക്കൊടുത്തു കഴിഞ്ഞ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് പ്രോസസ്സ് ഉള്ളതുകൊണ്ടാണ് ഈ സമയമെടുക്കുന്നത്. ആ തെരഞ്ഞെടുപ്പ് പൂർത്തീകരിക്കുന്നത് വരെ ബോർഡിന് പ്രവർത്തിക്കാൻ കഴിയാതെ വരുന്നു. അഡ്മിനിസ്ട്രേറ്റർക്ക് കോസി ജുഡീഷ്യലായ ചുമതലകൾ നിർവഹിക്കാൻ കഴിയില്ല എന്ന പ്രശ്നം പരിഗണിച്ചുകൊണ്ട് ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് 1 വർഷം നീട്ടിക്കൊടുക്കാൻ തീരുമാനിച്ചു. എന്നാൽ അതിനിടയിൽ നിയമം വന്നപ്പോൾ പുതിയ കേസ് വന്നു. 14 ഇപ്പോഴും സ്റ്റേ ചെയ്തിട്ടില്ല. പുതിയ ബോർഡ് രൂപീകരിക്കണം. അതിനടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഗവൺമെന്റ് രൂപീകരിച്ചത്. ഇത് അദ്ദേഹം പറയുന്നത് അന്ന് രൂപീകരിച്ചിരുന്നെങ്കിൽ ആ ബോർഡ് അതേപോലെ തുടരുമായിരുന്നല്ലോ, നോൺ മുസ്ലിമിനെ ഉൾപ്പെടുത്തേണ്ടതില്ലല്ലോ. എന്താ ഇതിനകത്ത് പുതിയ നിയമം പറയുന്നത്? പുതിയ നിയമം പറയുന്നത് പ്രൊവൈഡഡ് ഓൾസോ ദാറ്റ് ദ എലക്ടഡ് മെമ്പേഴ്സ് ഓഫ് ബോർഡ് ഹോൾഡിംഗ് ഓഫീസ് ഓൺ ദ കമൻസ്മെന്റ് ഓഫ് ദ വഖഫ് അമെൻഡ്മെന്റ് ആക്ട് 2025 ഷാൽ കണ്ടിന്യൂ ടു ഹോൾഡ് ഓഫീസ് ആസ് സച്ച് അണ്ടിൽ ദ എക്സ്പയറി ഓഫ് ദെയർ ടൈം. ബോർഡ് തുടരുമെന്ന് നിയമം പറയുന്നില്ല. ഇതൊരു ഗ്രേ ഏരിയ ആണ്. ശരിക്കും ഇങ്ങനെ ഒരു ക്ലോസ് ചെയ്ത് നിൽക്കുന്ന കാര്യത്തിൽ നിയമവിദ്യാർത്ഥി തമ്മിൽ എനിക്ക് സംശയമുള്ളതാണ്. കാരണം ആകെ 11 പേരാണെന്ന് പറയുന്നു, എലക്ടഡ് മെമ്പേഴ്സ് തുടരാന്ന് പറയുന്നു. അപ്പോൾ ബോർഡ് എന്തായിരിക്കും? ഇതൊരു ഗ്രേ ഏരിയ ആയിട്ട് നിൽക്കുന്നതാണ്. പക്ഷെ നിലവിലുള്ള നിയമത്തിൽ അങ്ങനെയാണെങ്കിൽ പോലും നോൺ മുസ്ലിമിനെ പിന്നീട് ഉൾപ്പെടുത്തേണ്ടതില്ല, ആ ബോർഡ് തുടരും എന്ന് വ്യക്തത പറഞ്ഞിട്ടില്ല. ഇവിടെ യഥാർത്ഥത്തിൽ മുസ്ലിം സമുദായത്തെ പൂർണ്ണമായിട്ടും വഞ്ചിക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ചു. ആ നിലപാടാണ് ഇപ്പോ നോൺ മുസ്ലിമിനെ ഉൾപ്പെടുത്താം, സ്ട്രിക്ട്ലി ഇൻ കംപ്ലൈൻസ് വിത്ത് എന്ന് എഴുതി കൊടുത്തിരിക്കുന്നു. കർശനമായിട്ടും 14-ാം വകുപ്പ് അനുസരിച്ച് യഥാർത്ഥത്തിൽ ലീഗ് ഉൾപ്പെടുന്ന ആളുകൾ ചെയ്യേണ്ടിയിരുന്നത് സുപ്രീം കോടതി വിധി വരുന്നത് വരെ തടസ്സം തുടരാൻ അനുവദിക്കണം. അതെന്താ ചോദിക്കാതെ വരുന്നത്? അതിന് പകരം BJPയുടെ അതേ നിലപാട് സ്വീകരിക്കുകയല്ലേ ചെയ്യുന്നത്. മധ്യപ്രദേശിൽ BJP 2 നോൺ മുസ്ലിം ആളുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് RSSുമായി ബന്ധമുള്ള ആളുകളെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതേ സമീപനമല്ലേ VD സതീശൻ ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുള്ളത്. അപ്പൊ ആ ചോദ്യത്തിന് എന്തോ ആരോ ചോദിച്ചു, മറുപടി പറഞ്ഞില്ല എന്ന് മാത്രമല്ല, അവർ നോൺ മുസ്ലിമിനെ ഉൾപ്പെടുത്താമെന്ന് വെച്ചിട്ടല്ല ഒഴിവിട്ടിരിക്കുന്നത്. ഞാനത് നിങ്ങളുടെ മുൻപിൽ വായിച്ചു. പ്രതിപക്ഷ മേധാവിന്റെ പത്രസമ്മേളനത്തിൽ വളരെ വ്യക്തമായി തന്നെ ആ കാര്യം വിശദീകരിച്ചു. അത് അദ്ദേഹം കാണുന്നേയില്ല. തമിഴ്നാട്, കേരളം 2 സംസ്ഥാന ഗവൺമെന്റുകൾ സ്വീകരിച്ച സമീപനം. തമിഴ്നാട്ടിൽ ഗവൺമെന്റ് മാറിയിട്ടും വിജയുടെ ഗവൺമെന്റ് ആ സമീപനം മാറ്റിയിട്ടേയില്ല. അപ്പോഴാണ് മധ്യപ്രദേശിലെ BJP ഗവൺമെന്റ് എടുത്ത 14-ാം വകുപ്പ് പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് സുപ്രീം കോടതി വിധിക്ക് കാത്തു നിൽക്കാതെ തന്നെ ബോർഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യും എന്ന സമീപനം കേരളത്തിലെ ഈ ഗവൺമെന്റ് എടുത്തിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, KC വേണുഗോപാലിന്റെ സംശയത്തിന് ഇനി അടിസ്ഥാനമില്ല. അത് പൂർണ്ണമായിട്ട് ശരിയായി. കേരളത്തിൽ ഇപ്പോൾ ഭരിക്കുന്നത് BJP ഗവൺമെന്റാണ്. ഇന്നലെ നിങ്ങൾ കണ്ടില്ലേ, സുപ്രീം കോടതി ചീഫ് സെക്രട്ടറിമാരോട് റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട്. ആ ചോദിച്ച സ്റ്റേറ്റുകൾ നിങ്ങൾ നോക്കിയില്ലേ? മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ആസാം, ഗുജറാത്ത്. ആ കൂട്ടത്തിൽ BJP ഭരിക്കാത്ത ഒരേ ഒരു സംസ്ഥാനമേ ഉള്ളൂ, അത് കേരളമാണ്. ഇന്നലെ കോടതി ചോദിച്ചതിൽ. അപ്പൊ കർണാടകയിൽ എന്താ വരാതെ? തെലങ്കാനയിൽ എന്താ വരാത്തത്? എന്തേ ഹിമാചൽ മറ്റ് സംസ്ഥാനങ്ങൾ വരാത്തത്? എന്തേ കേരളം വന്നു? BJP സംസ്ഥാനങ്ങൾക്കൊപ്പം കേരളം എന്തുകൊണ്ട് വന്നു? ഇപ്പൊ ഫലത്തിൽ ഇവരുടെ ഭരണം ഈ നിലയിലാണ്. ഈ വഖഫുമായി ബന്ധപ്പെട്ട് വീണ്ടും അദ്ദേഹം ഈ തെറ്റിദ്ധാരണയ്ക്ക് സൃഷ്ടിക്കാൻ ഉദ്ദേശം നടത്തിയ പ്രസ്താവന ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ ഒന്നുകൂടി കാണാമെന്ന് കരുതിയത്. ഞാൻ ചോദിച്ച ഭാഗം വളരെ പ്രസക്തമാണ്. വഖഫ് ബോർഡാണോ അപ്പോയിന്റിംഗ് അതോറിറ്റി? അപ്പോയിന്റിംഗ് അതോറിറ്റി ആരാ? വഖഫ് ബോർഡ് കുറേ പേര് എന്നിട്ട് ഞങ്ങൾ ബോർഡ് രൂപീകരിക്കലാണോ? അപ്പോയിന്റിംഗ് അതോറിറ്റി ഗവൺമെന്റ് ആണ്. ആ ഗവൺമെന്റ് പൊസിഷൻ നേരത്തെ വളരെ ക്ലിയർ ആണ്. ഈ ഇസ്ലാമിക മതവിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യമാണ് വഖഫ്. അതിനകത്ത് മതവിശ്വാസം കൈകാര്യം ചെയ്യുന്ന കാര്യമായതുകൊണ്ട് അമുസ്ലിമുകൾ പാടില്ല. 1. 2, ഭരണഘടന 14, 25, 26 ഇവരാണ്. 3, മുസ്ലിം തന്നെ മൈനോറിറ്റി ആകാം. ഞാൻ ഇപ്പോൾ ഡിസ്ക്വാളിഫിക്കേഷൻ പറഞ്ഞില്ലേ. ഇതിലെന്താ പ്രശ്നം എന്നറിയോ? ഇപ്പോ ബോർഡ് രൂപീകരിക്കപ്പെട്ട ബോർഡ് ഇനി എങ്ങനെ ആളെ മാറ്റി നോമിനേറ്റ് ചെയ്താലും ചെയർമാനെ തൊടാൻ പറ്റില്ല. ഇതിനകത്ത് 20A എന്നൊരു സെക്ഷൻ ഉണ്ടായിരുന്നു. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ നോക്കി റിമൂവൽ. ഇപ്പം ചിലർ പറയുന്നത് ഞങ്ങൾക്ക് വേണ്ടി പിരിച്ചുവിടാനുള്ളത് എന്ന് വെച്ചാൽ ഇതിനകത്ത് 20-ാമത്തെ വകുപ്പ് നേരത്തെ ഉള്ളത് എന്തോ അതേ വകുപ്പ് തന്നെയാണ്, ഒരു മാറ്റവും ഇല്ല റിമൂവലിന്.
എന്ന് മാത്രമല്ല, നേരത്തെ 20A ഉണ്ടായിരുന്നു. 20A എന്തെന്ന് വെച്ചാൽ ഭൂരിപക്ഷം വന്നു കഴിഞ്ഞാൽ ഈ ചെയർമാനെതിരെ അവിശ്വാസം കൊണ്ടുവരാം, നോൺ കോൺഫിഡൻസ് മോഷൻ കൊണ്ടുവരാം. അതെടുത്തു കളഞ്ഞു. പക്ഷേ ചെയർമാനെ തൊടാനേ വരില്ല. ചെയർമാനെ തൊടണമെങ്കിൽ നേരത്തെ എന്താണോ നിയമം അതുപോലെ ഗൗരവമായിട്ടുള്ള എന്തെങ്കിലും ഈ 20 പറയുന്ന എന്തെങ്കിലും കാര്യങ്ങൾ വേണം, 20 പറയുന്ന കാര്യങ്ങൾ വേണം. അത് ഇതുവരെ ഒരു ബോർഡിൻ്റെ ചെയർമാനെ ആകെ ഒരു ചെയർമാൻ പണ്ടെന്തോ ഇതുണ്ടാക്കിയിട്ട് അയാളെ മാറ്റി. പക്ഷെ അതേ ഇത് തന്നെ വന്നിട്ടുള്ളൂ. അത് എളുപ്പമല്ല. അപ്പോൾ അവിശ്വാസം ഉൾപ്പെടെ പോയി. അതാണ് ഇതിൻ്റെ യഥാർത്ഥ പ്രശ്നം. അല്ല, നമ്മൾ മതനിരപേക്ഷതയാണല്ലോ ഇതിൻ്റെ ഭാഗമായി വരുന്നത്. മതനിരപേക്ഷതയുടെ ബേസ് എന്താണ്? ബേസ് എന്ന് വെച്ചാൽ സ്റ്റേറ്റും റിലീജിയനും തമ്മിലുള്ള ഗ്യാപ്പാണ്. ഇപ്പോൾ മതപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ ഗവൺമെൻറ്, ഇപ്പോൾ ദേവസ്വം ബോർഡൊക്കെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നാളെ ഇതേപോലെ ആവശ്യം വരാലോ. KC വേണുഗോപാൽ പ്രസംഗിച്ചതിൻ്റെ ഓർമ്മ അയോധ്യയിലെ പുതിയതിനകത്ത് ഹിന്ദുക്കളല്ലാത്തവർ ഉൾപ്പെടുത്തുമെന്നിട്ട് പ്രസംഗിച്ചായിട്ടാണ് ഞാൻ ഓർക്കുന്നത് അന്നത്തേതിനകത്ത്. ഇപ്പോൾ ഇതിൽ മുസ്ലിം ലീഗ് എടുത്തത് എത്ര വഞ്ചനാപരമായ സമീപനമാണ്. ഇതിലിപ്പോൾ നിങ്ങൾ ഈ നിയമം നോക്കിയാൽ, ഇപ്പോൾ നിയമമൊക്കെ നിങ്ങൾ നോക്കിയിട്ടുണ്ടാവുമല്ലോ, ഈ 14-ാമത്തിൽ പറയുന്ന ഭാഗം, ആദ്യത്തെ ചെയർപേഴ്സൺ, ഈ ചെയർപേഴ്സൺ മുസ്ലിം ആവണമെന്നില്ല. ചെയർപേഴ്സൺ നാളെ ഹിന്ദുവിന് വയ്ക്കാം. അപ്പോൾ മറ്റു സ്റ്റേറ്റിലൊക്കെ എങ്ങനെ വരാൻ പോകുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം. ചെയർപേഴ്സൺ വേണമെങ്കിൽ ഹിന്ദു ആകാം. 1 മെമ്പർ ഓഫ് പാർലമെൻറ്റ് നേരത്തെ മുസ്ലിം ആയിരിക്കണം, ഇപ്പം അത് മാറി. അതുപോലെ ലെജിസ്ലേച്ചർ അത് മുസ്ലിമാണ്, അത് മാറി. പിന്നെ ദ ഫോളോയിങ് മെമ്പേഴ്സ് ബിലോങ് ടു മുസ്ലിം കമ്മ്യൂണിറ്റി, ഇത് മാത്രം മുസ്ലിം കമ്മ്യൂണിറ്റി ആയിട്ട് വരുന്നുള്ളൂ. ഒന്ന് മുത്തവല്ലി, പിന്നെ 1 എമിനൻറ്റ് സ്കോളർ ഓൺ ഇസ്ലാമിക് തിയോളജി, 2 or more elected members മുനിസിപ്പാലിറ്റി, പഞ്ചായത്ത്. ഇവരാണ് മുസ്ലിമായിട്ട് വരേണ്ടതുള്ളൂ. എന്നാൽ അതിനേക്കാൾ കൗതുകകരം, പ്രൊവൈഡഡ് ദാറ്റ് ഇൻ കേസ് there is no Muslim member available from any of the categories in subclause 1, 2, 3, additional members from category in subclause 3 may be nominated. എന്ന് വെച്ചാൽ മുസ്ലിം ഇല്ലെങ്കിൽ മറ്റ് മേഖലയിൽ നിന്നുള്ള ആളുകളെ, അഡീഷണൽ മെമ്പേഴ്സ് ഫ്രം കാറ്റഗറി സബ്ക്ലോസ് 3, ഇവരൊന്നും ഇല്ലെങ്കിൽ ഈ മുനിസിപ്പാലിറ്റിയിൽ നിന്നുള്ള ആളെയായിട്ടും ഉൾപ്പെടുത്തിയാൽ മതി. മുത്തവല്ലിയും സ്കോഡറും വേണ്ട മുസ്ലിം ഇല്ലെങ്കിൽ എന്നത് ഉൾപ്പെടെയുള്ള വാദങ്ങളുണ്ട്. ആകെ മിനിമം 2, പിന്നെ സുപ്രീം കോടതി ഇപ്പോൾ മാക്സിമം 3 പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മുസ്ലിം ലീഗിൻ്റെ താല്പര്യം ഇസ്ലാമിക വിശ്വാസം അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ചെയർമാൻ ഉൾപ്പെടെ അമുസ്ലിം ആയാലും ഞങ്ങൾക്കൊരു വിരോധമില്ല. അതാണല്ലോ പ്രസിഡന്റ് പാണക്കാട് സാദിഖലി തങ്ങളുടെ പ്രസ്താവന ഇപ്പോൾ നിങ്ങൾ ചോദിച്ച പോലെ വ്യക്തമാക്കുന്നത്. വഖഫ് നിയമം എന്താണോ അതാണ് നിയമം. സ്റ്റേറ്റ് ഗവൺമെൻറ് ലീഗ് ഒന്നാണല്ലോ, അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞു. ആ ഗവൺമെൻറ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണല്ലോ, 14 അനുസരിച്ച് വയ്ക്കും. ഒപ്പം തന്നെ സുപ്രീം കോടതിയിലും പറഞ്ഞു, ഹൈക്കോടതിയിലും പറഞ്ഞു. അപ്പോൾ ഇവർ ഏത് താല്പര്യം, അതുകൊണ്ട് നേരത്തെ പറഞ്ഞ മുസ്ലിം ലീഗിൻ്റെ മുസ്ലിം എന്ന പേരിന് മാറ്റുന്നത് നന്നായിരിക്കും. അതൊരു ലിമിറ്റഡ് കമ്പനി മാത്രമാണ്. എങ്ങനെയെങ്കിലും തങ്ങളുടെ ആളുകളെ വയ്ക്കുക എന്നതിനകത്ത് മാത്രം അവർ പരിമിതപ്പെട്ടിരിക്കുന്നു. ഞങ്ങളെടുക്കുന്ന നിലപാട് മതനിരപേക്ഷ നിലപാടാണ്. ആ വിശ്വാസികളായ ആളുകൾ തന്നെ ഇത് കൈകാര്യം ചെയ്യണം, ആ വിഭാഗത്തിൽപ്പെട്ടവരായിരിക്കണം. അത് ലീഗിന് മാത്രം കുത്തകയായിട്ട് ഞങ്ങൾ കരുതുന്നില്ല. ഇത് നമ്മുടെ സമൂഹം ഒറ്റക്കെട്ടായി തന്നെ എടുക്കേണ്ട നിലപാടാണ്. പിന്നെ മുഖ്യമന്ത്രി അവിടെ നിൽക്കണം. മുഖ്യമന്ത്രി എന്ന നിലയിൽ നിയമസഭയുടെ പൂർണ്ണമായിട്ടും വിധേയമാകണ്ടേ. ആ നിയമസഭ അദ്ദേഹം കൂടി പ്രതിപക്ഷ നേതാവായിരിക്കും അംഗീകരിച്ച പ്രമേയല്ലേ. ആ പ്രമേയത്തിന് അമ്പസത്തെയും സുപ്രീം കോടതി വിധി വരുമ്പോഴും അദ്ദേഹം തള്ളിക്കളഞ്ഞില്ലേ. അത് വഖഫ് നിയമ ഭേദഗതിക്ക് എതിരല്ലേ. അപ്പൊ നിയമസഭയുടെ പ്രമേയത്തെ തള്ളിക്കളഞ്ഞു, സുപ്രീം കോടതിയിലെ കേസ് കൊടുത്ത കക്ഷി എന്ന നിലയിലുള്ള വാദമുഖങ്ങൾ തള്ളിക്കളഞ്ഞു. എങ്ങനെയെങ്കിലും ഈ ഒരു തങ്ങളുടെ ആളെ നിയമിക്കണമെന്ന ഒറ്റ അജണ്ടയിൽ എല്ലാ താല്പര്യങ്ങളും കീഴടക്കിയിരിക്കുന്നു. അതിനകത്ത് നമ്മുടെ പല സംഘടനകളും ഇപ്പോൾ പുലർത്തുന്ന നിശബ്ദത അത് പ്രത്യേകം തന്നെ ശ്രദ്ധിക്കേണ്ടതാണ്. അല്ല, അതിന് ഞങ്ങളല്ലല്ലോ തീർപ്പ് കൽപ്പിക്കും. ഞങ്ങൾക്ക് ഭരണഘടന ഒരു അധികാരവും അറിയിട്ടില്ലല്ലോ. അവന് നിയമപ്രകാരം അധികാരമുള്ള ആളുകളല്ലേ തീരുമാനിക്കുന്നത്. അതിനിപ്പോൾ കമ്മീഷൻ വച്ചു. 10 മിനിറ്റ് പരിഹാരം എവിടെ പോയി? 10 മിനിറ്റ് എന്തോ പരിഹാരം ഉണ്ടായില്ല. 10 കഴിഞ്ഞപ്പോൾ എത്ര മാസമായി?
ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായരുടെ കമ്മീഷൻ റിപ്പോർട്ട് അവിടെ ഇരിപ്പുണ്ടല്ലോ. ആ റിപ്പോർട്ട് നടപ്പിലാക്കുന്നത് സംബന്ധിച്ചുള്ള നടപടിക്കായിട്ട് ഒരു കമ്മിറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഒരു ഇഞ്ച് അനങ്ങിയിട്ടുണ്ടോ? 10 മിനിറ്റ് വേണ്ട, 1 മിനിറ്റ് അതിനു വേണ്ടി ചെലവഴിച്ചിട്ടുണ്ടോ? അത് ശാശ്വതമായ പരിഹാരത്തിന് സഹായകമാകുന്ന നിർദ്ദേശങ്ങളാണല്ലോ അതിൻ്റെ ശുപാർശയിലുള്ളത്. എന്താ അത് തൊടാത്ത? അല്ല, അത് നിങ്ങൾ റഹീമിനോട് ചോദിച്ചു. ഞാൻ പറഞ്ഞ കാര്യം എന്താ? ആരാണ് അതോറിറ്റി? എന്താ അതിൻ്റെ റിലവൻസ്? വാട്ട് ഈസ് ദ റിലവൻസ്? ഹു ഈസ് അപ്പോയിന്റിങ് അതോറിറ്റി? അവരാ വയ്ക്കട്ടെ. വക്കം ബോർഡിന് പറയാൻ പറ്റുമോ ഇവരെ വയ്ക്കണം അവരെ വയ്ക്കണ്ട, നിയമം അനുസരിക്കണം നിയമം അനുസരിക്കണ്ട എന്ന് പറയാൻ പറ്റുമോ? അപ്പോയിന്റിങ് ഇദ്ദേഹം എന്ന് പറഞ്ഞാൽ എന്താ? ഞങ്ങൾ 14 അനുസരിച്ച് നോൺ മുസ്ലിമുകളെ ഉൾപ്പെടുത്താം എന്ന് വക്കം ബോർഡ് സമ്മതിച്ചിട്ടുണ്ട്. വക്കം ബോർഡ് ഉൾപ്പെടുത്താം. വക്കം ബോർഡിന് എവിടെ നിന്ന് അധികാരം കിട്ടും? ഏത് ആക്ട് പ്രകാരം കിട്ടും? അതല്ല റിലവൻ്റായ ക്വസ്റ്റ്യൻ. അപ്പോയിന്റിങ് അതോറിറ്റി ആരാ? സ്റ്റേറ്റ് വളരെ കൃത്യമായ നിലപാട് സുപ്രീം കോടതി നിൽക്കുന്നു. ആ നിലപാട് നിൽക്കുന്നതുകൊണ്ട് നമ്മൾ ഒഴിച്ചിട്ടിരിക്കുന്നു. ഒഴിച്ചിടാതെ നോൺ മുസ്ലിമിനെ ഇല്ലാതെ ഇവർ ചിലർ പറയുന്നത് മുസ്ലിമിനെ മാത്രം വച്ചാലോ? ഇപ്പൊ 11 പേര് നമ്മൾ ഫില്ല് ചെയ്തു നേരുന്നത്. ചിലർ പറയുന്നത് അങ്ങനെയാണല്ലോ. അവരെന്താ ഫില്ല് ചെയ്യാൻ വരുന്നത്? ഈ നിയമം സ്റ്റേ ചെയ്തിട്ടില്ല. സ്റ്റേ ചെയ്യാതിരിക്കുന്നിടത്തോളം കാലം നമ്മൾ നേരെ അത് വയലേറ്റ് ചെയ്തുകൊണ്ട് നിയമനം നടത്തിയാലോ പ്രിമ ഫേസി അത് വോയിഡ് ആവില്ലേ? അപ്പം തന്നെ അത് ഇല്ലാതാവില്ലേ? അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? 2 ഒഴിവിട്ടു. തമിഴ്നാട് എന്ത് ചെയ്തു? ഒഴിവിട്ടു. എന്തുകൊണ്ട്? സുപ്രീം കോടതി വിധി പരിഗണിക്കുന്നു. എന്തുകൊണ്ട് അവിടെ മുസ്ലിമിനെ വെച്ചില്ല? മുസ്ലിമിനെ വെച്ചാൽ നിയമവിരുദ്ധമാണെന്ന് പറഞ്ഞാൽ അപ്പം തന്നെ ബോർഡ് ഉൾപ്പെടെ പോവും. ഇവിടെയും പോവും അവിടെയും പോവും. ഇത് കോമൺ ലീഗൽ അണ്ടർസ്റ്റാൻഡിങ് അല്ലേ? ലേമാന് പോലും അറിയാവുന്ന കാര്യമല്ലേ? അത് നമ്മുടെ രാജ്യത്തെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ പത്രസമ്മേളനത്തിൽ പറയുന്നതല്ല കോടതി എടുക്കുക, എഴുതി കൊടുക്കുന്ന കോടതിയിൽ ഒന്നുകിൽ അഫിഡാവിറ്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ്. അല്ലാതെ കോടതിയിലെ ജഡ്ജിമാർ കേസ് പരിഗണിക്കുമ്പോൾ ഉടൻ തന്നെ ഇത് സംബന്ധിച്ച് ഇതുവരെ നടന്നിട്ടുള്ള മാധ്യമ സമ്മേളനങ്ങളിൽ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ് നോക്കാം എന്ന് പറഞ്ഞൊരു സെഷൻ നമ്മുടെ ഇപ്പോഴത്തെ നിയമ സംവിധാനങ്ങൾ അനുവദിക്കുന്നില്ല. നിങ്ങൾ എന്ത് എഴുതി കൊടുത്തിരിക്കുന്നു? അപ്പം അദ്ദേഹം പറയണം എന്ത് ചെയ്യണം? ആ സ്റ്റേറ്റ്മെൻറ്റ് ഞങ്ങൾ പിൻവലിക്കാൻ പോകുന്നു. വാട്ട് ഈസ് ദ സ്റ്റേറ്റ്മെന്റ്? സ്ട്രിക്ട്ലി ഇൻ കംപ്ലൈൻസ് വിത്ത് ദ സെക്ഷൻ 14 എന്ന് വെച്ചാൽ എന്താ? പൂർണ്ണമായിട്ട് കർശനമായിട്ടും ഇതിനനുസരിച്ചുകൊണ്ട്. ഇപ്പോൾ ഞാൻ എൻ്റെ പേജിലിട്ട സുപ്രീം കോടതിയുടെ പ്രൊസീഡിങ്സ് ഇല്ലേ, അതിൽ ആദ്യത്തെ തന്നെ സീനിയർ അഭിഭാഷകൻ എന്താ പറയുന്നത്? നോൺ മുസ്ലിമിനെ ഉൾപ്പെടുത്തുന്ന കാര്യമാണ്. അപ്പോൾ ഇവരുടെ അഭിഭാഷകൻ എന്താ പറയുന്നത്? പാണക്കാട് കുടുംബത്തിലുണ്ടെന്ന് തോന്നുന്നു. അദ്ദേഹം പറയുന്നത് എന്താ? ഞങ്ങൾ ഹൈക്കോടതിയിൽ തന്നെ അണ്ടർടേക്കിംഗ് കൊടുത്തിട്ടുണ്ട്. ഏജ് പിറ്റേ ദിവസം എന്താ പറഞ്ഞത്? മുസ്ലിമിനെ ഉൾപ്പെടുത്താം. ഇപ്പൊ മുഖ്യമന്ത്രി അങ്ങനെയാണ് നിലപാടെങ്കിൽ എന്ത് പറയണം? ഞങ്ങൾ ഇതുവരെ കൊടുത്തതിൽ തെറ്റുപറ്റി, ഞങ്ങൾ ഇതാ കോടതിയിൽ വീണ്ടും അത് തിരുത്താൻ ആവശ്യപ്പെടുകയാണ്. ഞങ്ങൾ സുപ്രീം കോടതി വിധി വരുന്നത് വരെ ഇക്കാര്യത്തിൽ സ്റ്റാറ്റസ് കോ തുടരണം എന്ന നിലപാട് ഞങ്ങൾ എടുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ അത് എഴുതി കൊടുക്കുകയും വേണം. പറഞ്ഞാൽ കാര്യമില്ല. അതിനനുസരിച്ച് അവിടെ എഴുതി കൊടുക്കണം ഏജ്. അപ്പം പിന്നെ ഇതിന് പ്രസക്തി ഉണ്ടാവും. എങ്ങനെ തീരുമാനിക്കാൻ പറ്റും? ഞങ്ങൾ ഇപ്പൊ പൂർണ്ണമായിട്ടും 14 അനുസരിച്ച് റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യും എന്ന് എഴുതി കൊടുത്താൽ ഇനി ഏതെങ്കിലും സെക്രട്ടറി IAS-കാരൻ അതിന് വിരുദ്ധമായിട്ട് പൂർണ്ണമായിട്ടും കർശനമായിട്ട് ഇത് പാലിക്കാതെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ അയാൾ എവിടെ പോയി നിൽക്കും? കോടതി അലക്ഷ്യത്തിന് കോടതിയിൽ പോയി നിൽക്കേണ്ടി വരില്ല. ഏതെങ്കിലും IAS-കാരൻ ഇനി കോടതിയിൽ പോയി അവിടെ നിൽക്കാൻ ധൈര്യപ്പെടുമോ? അല്ലെങ്കിൽ ആ വിഡിത്തം കാണിക്കുമോ? പൂർണ്ണമായിട്ടും ഞങ്ങൾ 14 അനുസരിച്ച് ബോർഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യും എന്നാണ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതല്ലാതെ നിങ്ങൾ വെച്ച കണ്ടംപ്റ്റ് ഓഫ് കോർട്ടല്ലേ? കാരണം ഉത്തരവ് വായിച്ചു നോക്കൂ. ആദ്യത്തെ പാരഗ്രാഫിൽ പറഞ്ഞിട്ടുണ്ട് വാദി തന്നെ റെസ്പോണ്ടന്റ് തന്നെ എല്ലാം സമ്മതിച്ചിരിക്കുന്നു, ചീഫ് സെക്രട്ടറി. അത് വെച്ചിട്ടാണ് കേസ് തൽക്കാലം നിർത്തിയിരിക്കുന്നത്. അല്ലെങ്കിൽ വാദിക്കണ്ടേ? വാദിക്കാതെ എല്ലാം സമ്മതിച്ചു പിന്നെ എന്തിനാ വാദം? തർക്കം 14-നാണല്ലോ പ്രധാനമായിട്ടും. ആ 14 പൂർണ്ണമായിട്ട് ഞങ്ങൾ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനാ വാദിക്കാൻ നിൽക്കണേ? ഏജിയുടെ സമയം തന്നെ വേറെ കേസ് ചെലവഴിച്ചൂടെ? ഇവിടുത്തെ അവിടെ പോയി നിൽക്കണം എന്തിനാ? ഇത് കടുത്ത വഞ്ചനയാണ് മുസ്ലിം സമുദായത്തോട് കാണിച്ചിട്ടുള്ളത്. അത് മതനിരപേക്ഷ കേരളത്തിനോട് ആഘാതം ഉണ്ടാക്കുന്ന നടപടിയാണ്.